ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രേഷ്ഠവും അനുഗ്രഹവുമേറിയതായ ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ ഈ സ്വർഗീയ സന്ദേശം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ എല്ലാവരെയും സുഖഭദ്രമായി കാത്ത് പരിപാലിച്ചു. പിന്നെയും ഒരു കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതം കാണുവാൻ, ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങളെ ഒരിക്കൽ കൂടെ ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സകല മഹത്വവും ദൈവത്തിന് നൽകുകയാണ്. ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91 സങ്കീർത്തനം 14 വാക്യം. അവിടെ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രിയ ദൈവമക്കളെ, നല്ലൊരു റെവലേഷനാണ്, ഒരു നല്ല ദൈവിക കാഴ്ചപ്പാടാണ് ഈ വചനത്തിൽ ദൈവം തന്നിരിക്കുന്നത്. അത് നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരും പ്രാപ്തരാകണം. അങ്ങനെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞാൽ പറയുന്നത് ഇങ്ങനെയാണ്: ആമേൻ, അവനെ അവൻ വിടുവിക്കും. ഇന്ന് ഈ ലോകം നമ്മളൊന്ന് പരിശോധിച്ചാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒന്നും ഇല്ലാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. ഒരു പക്ഷേ കുടുംബ ജീവിതത്തിലെ പ്രതിസന്ധികളായിരിക്കാം, അതുപോലെ തന്നെ മക്കളെക്കുറിച്ചുള്ള പ്രതിസന്ധികളായിരിക്കാം, അതുപോലെ തന്നെ മറ്റു കൊടുക്കൽ വാങ്ങലിലുള്ള പ്രതിസന്ധികളായിരിക്കാം. ഒരുപക്ഷെ ആഹാരങ്ങൾ നമുക്ക് യഥാസ്ഥാനം ഭക്ഷിപ്പാൻ കഴിയാൻ സാമ്പത്തികമില്ലാത്ത അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ അഭിമുഖീകരിച്ച് ജീവിക്കുന്നവരാണ് ഈ ലോകത്തിലെ സർവ്വജനങ്ങളും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ആരൊക്കെയാണോ ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തക്ക വിധത്തിൽ ആഗ്രഹിക്കുന്നുവോ അവരെ ദൈവം ഏത് പ്രതിസന്ധിയിൽ നിന്ന് വിടുതൽ തരും എന്നാണ് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 14 വാക്യത്തിൽ പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അപ്പോൾ ആരൊക്കെയാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്നത് അവർക്ക് ദൈവം വിടുതൽ തരും. അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. അപ്പോൾ ഇവിടെ പറയുന്നത്, ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവൻ്റെ ആവശ്യഭാരങ്ങളുമായി ദൈവത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേരുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തില് സങ്കീർത്തനം 91 അതിന്റെ 15 പറയുന്നു, അവൻ എന്നോട് വിളിക്കുമ്പോൾ അവന്റെ നിലവിളി കേട്ടിട്ട് അവന് ഞാൻ ഉത്തരം അരുളുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുക, നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായി തീരുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമതായി ആ വ്യക്തിയെക്കുറിച്ച്, അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നു, അവൻ ഏത് ആവശ്യഭാരത്തിൻ്റെ മേലും നിലവിളിച്ചാൽ ഞാൻ ആ വ്യക്തിക്ക് ഉത്തരമരുളും. അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: കഷ്ടകാലത്ത് ഹല്ലേലൂയ ഞാൻ അവനോട് കൂടെയിരിക്കും. ആ കഷ്ടത വരുന്ന സമയത്ത്, ഒരുപക്ഷെ രോഗമെന്ന കഷ്ടത, കടഭാരമെന്ന കഷ്ടത, കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, മക്കളെ കുറിച്ചുള്ള ആകുലപ്പെടുന്നതായ നമ്മുടെ ആ കഷ്ടതയുടെ അവസ്ഥ, ഇങ്ങനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയുടെ നടുവിൽ അവിടെ പറയുന്നു, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ആൾറെഡി പ്രിയ ദൈവമക്കളെ, യേശു കർത്താവിൻ്റെ വ്യക്തമായ ഒരു അരുളപ്പാടാണ് സങ്കീർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രശ്നമില്ലാത്തൊരു ജീവിതം ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും ആരുടെയും ജീവിതത്തിലില്ല. എന്നാൽ കർത്താവിനോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഉള്ളവർ ദൈവത്തോട് നിലവിളിച്ചാൽ വാസ്തവമായി അവരുടെ നിലവിളി കേട്ടിട്ട് ദൈവം അവർക്ക് ഉത്തരം തരും. 2, അവരുടെ കഷ്ടകാലത്ത്, കഷ്ടതയും വേദനകളും പ്രയാസങ്ങൾ കടന്നു വരുന്ന സമയത്ത് എൻ്റെ ദൈവം
ഇറങ്ങി വന്ന് ആ കഷ്ടതയുടെ നടുവിൽ നിന്നും അവർക്ക് വിടുതലും ആശ്വാസവും കൊടുക്കും. ഒന്ന്, നമ്മൾ നിലവിളിക്കുമ്പോൾ ഉത്തരമരുളും. രണ്ട്, നമ്മൾ വരുന്ന കഷ്ടതയും പ്രയാസത്തിൻ്റെയും നടുവിൽ എൻ്റെ ദൈവം അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, അവൻ കണ്ടിട്ട് കാണാതെ പോകുന്ന ദൈവമല്ല. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ അരികിലേക്ക് ആൾറെഡി ആ നിമിഷം ഇറങ്ങി വന്ന് ആ കഷ്ടതയുടെ നടുവിൽ നിന്നും, ആ ഞെരുക്കത്തിന്റെ നടുവിൽ നിന്നും വിശാലതയിലേക്ക് എൻ്റെ ദൈവം ആമേൻ സ്തോത്രം കൊണ്ട് എത്തിക്കുമെന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ആ കഷ്ടപ്പെടുന്ന വിഷയത്തിന് നടുവിൽ എൻ്റെ മഹത്വത്തെ ഞാൻ വെളിപ്പെടുത്തു. ഹല്ലേലൂയ. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന അനവധി ആളുകളുടെ ജീവിതത്തിൽ ആമേ കഷ്ടതയും പ്രയാസവും വേദനകൾ നിറയപ്പെട്ടവരാണ്. എന്നാൽ അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് കൈമാറുന്നു. ആമേ, നീ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ, നീ ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം വിടുതലയച്ച് ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം കാണിച്ചു തരും എന്ന് എൻ്റെ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ഒരു കഷ്ടത വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ വരും, വന്നൊരു ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് അവർ കടന്നു പോകും. നമ്മുടെ ബന്ധുമിത്രാദികൾ വരും, ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ് അവർ കടന്നു പോകും. അതിനൊരു വിടുതൽ തരുവാൻ നമ്മൾ ഏത് വിഷയത്തിന്റെ നടുവിൽ കഷ്ടപ്പെടുന്നുവോ, ഏത് വിഷയത്തിന്റെ നടുവിൽ നമ്മൾ ഭാരപ്പെടുന്നുവോ, ആ വിഷയത്തിന്റെ നടുവിൽ നമുക്കൊരു വിടുതൽ തന്ന് നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ പ്രിയപ്പെട്ടവർക്കോ സഹപ്രവർത്തകർക്കോ നമ്മുടെ പ്രാണ സ്നേഹിതന്മാർക്കോ കഴിയത്തില്ല. ഇന്ന് ആമേൻ ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞാൻ ഈ ദൂത് കൈമാറുന്നു. നീ ചേർന്ന് ജീവിക്കുന്ന, നീ പറ്റിച്ചേർന്ന് ആമേൻ ജീവിക്കുന്ന ആ നസ്രയനായ യേശുവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും കഴിയുകയില്ല എന്ന് ഞാൻ ആത്മാവിൽ ഒരു ആലോചന മാന്യ പ്രേക്ഷകർക്ക് ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ കൈമാറി തരികയാണ്. ലോകത്തിൽ പല ആളുകളും പ്രതിസന്ധി വരുമ്പോൾ പല വാക്കുകളും നമ്മളെ പറഞ്ഞ് സാന്ത്വനപ്പെടുത്താറുണ്ട്. പക്ഷേ എൻ്റെ ദൈവം ആമേൻ ഒരു വാക്കു പറഞ്ഞാൽ, എൻ്റെ മാന്യ പ്രേക്ഷകരെ, സഹോദരങ്ങളെ, ദൈവമക്കളെ, എൻ്റെ കർത്താവ് അത് ചെയ്തു തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നു. ആമേൻ. ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ ദീർഘായുസ് കൊണ്ട് അവൻ തൃപ്തി വരുത്തും. ഹല്ലേലൂയ. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. നമുക്കറിയാം, ഇന്ന് ആമേൻ പ്രസവിച്ചു കഴിഞ്ഞാൽ ആമേൻ ഈ ഇടയിലെ എന്നെ ഫോണിലൂടെ വിളിച്ചിട്ട് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രസവിച്ച് ഹല്ലേലൂയ ആമേൻ സ്തോത്രം 6 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ക്യാൻസർ ബാധിച്ചു. ഹല്ലേലൂയ. ആ കുഞ്ഞ് വളരെ പ്രതികൂലത്തിലും പ്രയാസത്തിലുമാണ്. പാസ്റ്ററേ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ആമേൻ എനിക്കും എൻ്റെ കുഞ്ഞിന് ജീവൻ കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ അവരോടൊപ്പം ചേർന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാനിടയായി. ആമേൻ. നാളുകൾ കഴിഞ്ഞപ്പോൾ പറയുന്നു, ഇത്തിരി വിടുതൽ ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ആരൊക്കെ നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നു, നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മക്കൾക്കോ പ്രശ്നങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, കഷ്ടതകൾ വരട്ടെ, ആമേൻ ആ ഭവനത്തിലെ മാതാവോ പിതാവോ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ വാസ്തവമായി അവർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ എൻ്റെ ദൈവം ആ വിഷയത്തിന്റെ നടുവിൽ, ആ കഷ്ടതയുടെ നടുവിൽ ഹല്ലേലൂയ വിടുതലുമായി ആ ഭവനത്തിനകത്ത് ഇറങ്ങി വരും. അതിന് യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഡോക്ടർമാർ പറയും, ഇനി വീട്ടിൽ കൊണ്ടുപോകുക, മരിച്ചു പോകും, ഇനി രക്ഷയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന അസാധ്യമാണെന്ന് പറയുന്ന ഇടത്ത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവ പൈതലേ, എൻ്റെ ദൈവം നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ ഇറങ്ങി വന്ന് സാധ്യമാക്കുന്ന ദൈവമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. അതാണ് പറഞ്ഞത്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവമക്കൾക്ക് 3 ആമേൻ അവന് ദീർഘായുസ് കൊണ്ട് ആമേൻ തൃപ്തി വരുത്തും. ഒരു ആമേൻ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യപ്രിയ ആമേൻ പ്രേക്ഷകരെ, ഇവിടെ എൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാനൊരു ചോദ്യം, എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കുന്നു. ദീർഘായുസ് ആഗ്രഹിക്കാത്തവരാരാണ്? അമ്മമാര് അവർ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ അവരാഗ്രഹിക്കും, എനിക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കുമായി ആമേൻ ജീവിതകാലം മുഴുവനും ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കണം. ഇവിടെ പറയുന്നു, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ദൈവ പൈതലിന് ദീർഘായുസ് കൊണ്ട് എൻ്റെ ദൈവം തൃപ്തി വരുത്തും. കാരണം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് എൻ്റെ
പ്രാണപ്രിയൻ പറയാനുള്ള കാരണം ആയുസിന്റെ ഉടയവൻ എൻ്റെ ദൈവമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ആമേൻ ആ ദൈവം നമ്മളെ കണ്ടു. ആമേൻ. ആ അമ്മയുടെ ഉദരത്തിൽ നിന്നും ദൈവം നമ്മളെ പുറത്തെടുത്തു. അമ്മയും അപ്പനെയും അമ്മയെ കുഞ്ഞിനെ വളർത്തുവാൻ ദൈവം ഏൽപ്പിച്ചു. ആമേൻ. അവന്റെ ശിശുപ്രായം, ബാല്യകാല, യൗവനമെല്ലാം വളർന്നു. അവൻ പഠിച്ചു അവൻ ആരായി തീരണം, അവന്റെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെ കാൽക്കുലേറ്റർ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചിരിക്കുമ്പോൾ ആ കർത്താവ് പറയുന്നു, അവനോട് ചേർന്ന് ജീവിച്ചാൽ ദീർഘായുസ് കൊണ്ട് അവൻ നമ്മളെ തൃപ്തി വരുത്തും. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ. നമുക്കൊരു തീരുമാനം ഈ പ്രഭാതത്തിൽ എടുക്കാനായിട്ട് കഴിയണം. നമുക്കൊരു തീരുമാനം ഈ പ്രഭാതത്തിൽ എടുക്കാൻ കഴിയണം. ഇതാ യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു ആമേൻ പ്രൊട്ടക്ഷൻ തരുവാൻ നമുക്ക് ജീവനെ തന്ന കർത്താവ് ആവശ്യമാണ്. ആയതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ ആ കർത്താവിനോടുകൂടെ പറ്റിച്ചേർന്ന് ജീവിച്ചുകൊണ്ട് ഏത് പ്രതികൂലത്തിലും അപ്പനോട് ചേർന്ന് ജീവിക്കുന്ന ദൈവമക്കൾ നിലവിളിച്ചാൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുപക്ഷെ ശത്രു കൊണ്ടുവരുന്ന പീഡനങ്ങളിൽ നിന്നും, ശത്രു നമ്മളെ പരാജയപ്പെടുത്താൻ വരുമ്പോൾ ആ ഇടങ്ങളിൽ നിന്നും നമ്മൾ നിലവിളിക്കുമ്പോൾ നമുക്ക് വിടുതലയും ആശ്വാസവും തന്ന് നമ്മളെ ആമേൻ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന അവന്റെ രക്ഷയെ കാണിച്ചു തരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മാത്രമല്ല വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുന്നു, അവരെയെല്ലാം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ഇന്ന് രാത്രിയിൽ ഒരു മനുഷ്യനിൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശിരസ്സു മുതൽ പാദം വരെയുള്ള സകല അവയവങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം, ഹല്ലേലൂയ, അവൻ വിളിച്ചു പറയുന്നു, നീ എന്നോട് ചേർന്ന് ജീവിച്ചാൽ നിന്റെ സകല പ്രശ്നത്തിന്റെ നടുവിലും നീ നിലവിളിക്കുമ്പോൾ ഉത്തരവുമായി ഞാൻ ഇറങ്ങി വരും. മാത്രമല്ല നിനക്ക് ദീർഘായുസ് കൊണ്ട് നിറയ്ക്കും. നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും, തലമുറയായി അനുഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തെ നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം. ഈ യേശു മാത്രം മതി, ഈ യേശുവിൽ മാത്രം ഇനിയുള്ള നാളുകൾ എൻ്റെ ജീവിതം ഞാനിതാ സമർപ്പിക്കുകയാണ് എന്ന് എൻ്റെ ഈ പ്രഭാഷണം കേട്ടുകെട്ടിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ എവിടെയായിരുന്നു ഇത് കേൾക്കുന്നുവോ ആ സ്ഥാനത്തായിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ മറ്റൊരു നാമവുമില്ല. അത് യേശുവിൻ്റെ നാമം മാത്രമാണ്. ആ നാമത്തിൽ വരുന്നവർക്ക് വിടുതലുണ്ട്. ആ നാമത്തിൽ വരുന്നവർക്ക് ദീർഘായുസ്സുണ്ട്. അവരുടെ സകല പ്രശ്നങ്ങളും ദൈവത്തോട് പറയുമ്പോൾ അവർക്ക് വിടുതലുണ്ട്. ഈ സ്തോത്ര സമയം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മാറിടത്തിലേക്ക് കരം വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാ ഈ പ്രഭാഷണം കേട്ട് ഞാൻ എന്നെ തന്നെ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ ഇതുവരെയും ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ടില്ല. ഇന്ന് ഞാനിതാ എന്നെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും പ്രാപിച്ച് ആയുസ്സും ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗീയ കർത്താവേ, ശ്രേഷ്ഠവും അനുഗ്രഹവുമേറിയ ഈ പ്രഭാതത്തിനായി സ്തോത്രമപ്പ. ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ താങ്ക് യു ഡാഡി, താങ്ക് യു ഫാദർ. ഈ വചനം കേട്ട എല്ലാ മക്കളെ അവിടുത്തെ തൃക്കരങ്ങൾ തരുന്നപ്പ. ആരെങ്കിലും ഈ പ്രഭാഷണം കേൾക്കുന്നവർ ഇതുവരെയും ദൈവത്തോട് പറ്റിച്ചേർന്നിട്ടില്ല എങ്കിൽ അവർ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിച്ചുകൊണ്ട് അവർക്ക് വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ നിലവിളിക്കുമ്പോൾ അവർക്ക് എൻ്റെ പ്രാണനാഥൻ ഉത്തരമരുളി അവരെ സഹായിച്ച് അവർക്ക് ദീർഘായുസ്സും കൊണ്ട് തൃപ്തി വരുത്തി കർത്താവിൻ്റെ വരവിങ്കൽ വരെ അവരെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ അനുവദിച്ച് ദീർഘായുസ് കൊണ്ട് ദൈവം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാ മക്കളെ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് നന്ദി. എല്ലാ മഹത്വവും അവിടത്തേക്ക്, എല്ലാ പുകഴ്ചയും അവിടത്തേക്ക്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കർത്തൃ ദിവസത്തിലെ പ്രഭാതത്തിൽ ഈ വചനം കേട്ട എല്ലാ മക്കളെയും ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആ മക്കളിലോ ആരിലൊക്കെ ആശ്രയിച്ചാലും അവരെല്ലാം നമ്മളെ ഇട്ടിട്ട് പോകും. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ ഒരാഴ്ച കാലം ദൈവം നമ്മളെ സുഖഭദ്രമായി കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ ഒരുമിച്ച് കൂടി വരും വരെയും ദൈവം നമ്മളെല്ലാവരെയും ഉള്ള കരത്തിൽ വഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.